രജിത്ത്, ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് 2 പേരുടെ മരണം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരാളുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. അത് സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. അവരെ 3 പേരെയും പുറത്തെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലും അതിൽ 2 പേരുടെ മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. എന്തായാലും ഇവിടെ ഈ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ വൈകി എന്നുള്ള വിവരമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ വൈകി, അതിൽ കാലതാമസം നേരിട്ടു. ഇതിൽ JCB ഉൾപ്പെടെ വരുന്നതിൽ കാലതാമസം ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനമായും ഈ നാട്ടുകാർ ഉൾപ്പെടെ ആരോപിക്കുകയും ചെയ്യുന്നത്. എന്തായാലും 2 പേരുടെ മരണം സംഭവിച്ചിരിക്കുന്നു. അവരുടെ പേര് വിവരങ്ങൾ ഉടൻ തന്നെ ലഭ്യമാകുന്നതായിരിക്കും. ഒരാളുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയും ചെയ്യുകയാണ്. സങ്കടകരമായ വാർത്തയാണ് പങ്കുവെക്കാനുള്ളത്. 3 പേരെയും നേരത്തെ ഈ ഓടയിൽ നിന്ന് പുറത്തെടുത്തിരുന്നു. അതിൽ 2 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. മറ്റൊരാളുടെ ആരോഗ്യനിലയാണെങ്കിൽ അത് അതീവ ഗുരുതരമായി തുടരുന്നു എന്നാണ് ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന അറിയിപ്പ്. തമിഴ്നാട്ടിലെ കമ്പം സ്വദേശികളാണ്. അവർ കട്ടപ്പനയിൽ തന്നെയാണ് താമസം. ഒരു കരാർ ജോലിക്കൊക്കെ പോകുന്ന ആളുകളാണ് എന്നാണ് നാട്ടുകാരോടൊക്കെ സംസാരിക്കുന്നതിനിടയിൽ മനസ്സിലായത്. അവരുടെ പേരുവിവരങ്ങളൊക്കെ ഇനി പുറത്തു വരേണ്ടതുണ്ട്. രാത്രി 10 മണിയോടുകൂടിയാണ് ഈ ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. കട്ടപ്പനയിൽ ഡ്രൈനേജ് ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയ ഒരു തൊഴിലാളിയെ കാണാതാവുകയായിരുന്നു. പിന്നീട് അവരോടൊപ്പം ഉണ്ടായിരുന്ന 2 പേർ ഇങ്ങനെ ഈ തൊഴിലാളിയെ കാണാതായ സാഹചര്യത്തിൽ ആ ഓടയ്ക്കകത്തേക്ക്, ഡ്രൈനേജിനകത്തേക്ക് ഇറങ്ങി പരിശോധിക്കുകയായിരുന്നു. പക്ഷേ അവിടെ മാലിന്യത്തിൽ പൂണ്ടുപോകുന്ന നിലയുണ്ടായി. അതാണ് ഈ അപകടത്തിന് വഴിവെച്ചത്. പിന്നീട് ഏതാണ്ട് 12 മണിയോടുകൂടിയാണ് 2 മണിക്കൂർ നീണ്ട രക്ഷാദൗത്യം. അതിൽ ഈ JCB ഒക്കെ എത്തിച്ച് സ്ലാബൊക്കെ നീക്കി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വലയും മറ്റ് സാധന സാമഗ്രികളുമൊക്കെയായി, രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായ സാധന സാമഗ്രികളുമൊക്കെയായി ഡ്രൈനേജിനകത്തേക്ക് ഇറങ്ങിയാണ് ഈ മാലിന്യത്തിൽ പൂണ്ടുനിന്ന 3 തൊഴിലാളികളെയും പുറത്തേക്ക് എത്തിച്ചത്. വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. പക്ഷേ ഇപ്പോൾ 2 മരണം സ്ഥിരീകരിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഈ ഹോട്ടലിൻ്റെ പുനർനിർമ്മാണത്തിൻ്റെ ഭാഗമായി ഡ്രൈനേജ് ക്ലീൻ ചെയ്യുന്ന നടപടിയാണോ? അത് കരാർ കൊടുത്തത് ആർക്കാണ്? ഇത് ആ കരാറുകാരൻ്റെ തൊഴിലാളികളാണോ? എന്താണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ, രാഹുൽ വിജയൻ? രാഹുൽ വിജയനിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. അത്രയും സങ്കടകരമായ വാർത്തയാണ് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്. നേരത്തെ അവരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയും എന്ന പ്രതീക്ഷയോടുകൂടിയായിരുന്നു നമ്മളെല്ലാവരും നിന്നത്. പക്ഷേ അതിൽ 2 പേർക്ക് ജീവൻ നഷ്ടമായി എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരം. തമിഴ്നാട്ടിലെ കമ്പം സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. അതിൽ 2 പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുകയാണ്. ഒരാളുടെ ആരോഗ്യനിലയാണെങ്കിൽ അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ഡോക്ടേഴ്സ് അറിയിക്കുന്നത്. അവർ ഏതാണ്ട് 2 മണിക്കൂറോളം ആ മാലിന്യത്തിൽ പൊഴുന്നു നിൽക്കുന്ന നിലയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീടാണ് അവരെ പുറത്തേക്കെടുക്കാൻ കഴിഞ്ഞത്. പുറത്തേക്കെടുത്തതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ കട്ടപ്പനയിലുള്ള ആശുപത്രിയിലേക്ക് തന്നെയാണ് അവരെ കൊണ്ടുപോയിരിക്കുന്നത്. അതിനിടയിലാണ് ഇങ്ങനെ സങ്കടകരമായ വിവരം പുറത്തു വരുന്നത്. 2 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. ഇത്തരം ജോലികളിലെ സുരക്ഷയ്ക്ക് വേണ്ട ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിരുന്നോ എന്നതൊക്കെ ഒരു വലിയ ചോദ്യമായി നിൽക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ഘട്ടമല്ല. ഇപ്പോൾ നമുക്കറിയേണ്ടത് ആശുപത്രിയിൽ നിന്നുള്ള പുതിയ വിവരങ്ങളാണ്. രാഹുൽ വിജയൻ ചേരുന്നുണ്ട്. രാഹുൽ, ആശുപത്രിയിൽ നിന്നാണെങ്കിൽ 2 മരണം എന്നുള്ളതാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒരാളുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.